ഹലോ, അപ്പൊ ഇതാ നമുക്ക് ഇതാ മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് വലിയമ്മ സ്കൂൾ വിട്ട് വരുമ്പോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുന്നൊക്കെ നമ്മള് മൈലാഞ്ചി പൊട്ടിച്ച് അരച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇതാ ട്യൂബിലൊക്കെ ആണല്ലോ. അപ്പൊ ഇപ്രാവശ്യം പിള്ളേർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. പിള്ളേർ ആദ്യമായിട്ട് ഇടണത്. അപ്പൊ നമുക്ക് നോക്കി വെക്കാം. അരച്ച മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പൊ പിള്ളേരെ കൈമട്ട് കൊടുത്തൊക്കെ ചോക്കുന്നുണ്ടോ എന്നൊക്കെ യാതൊരു വിധ പ്രിസർവേറ്റീവ്സും ഇല്ലാത്തതാണ്. അപ്പൊ ഇതാ ഇപ്പൊ തന്നെ അരച്ചപ്പോ തന്നെ സംഭവം കൈമ തേച്ചപ്പോ തന്നെ ചോക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൈഡിൽ നോക്കി കാണാം മൈലാഞ്ചി ചോക്കുന്നുണ്ട്. കാരണം വെള്ളക്കഥ റെഡ് കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതാ ഇത് പിള്ളേരെ കൈമ തട്ട് കൊടുക്കാൻ വേണ്ടി പോകണ്ട. അപ്പൊ നിങ്ങൾ ആദ്യം ഇടണേ. അപ്പൊ മക്കൾ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഏത് പരിപാടി വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ട്യൂബാണല്ലോ കൈമ ഇടാറ്. ഇപ്പൊ ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ ചോക്കണ മൈലാഞ്ചികൾ ഇഷ്ടം മാതിരി ഉണ്ട്. ഇതെന്ന് പറയുമ്പം ഒരു ദിവസമൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു രാത്രിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചോക്കാറുള്ളൂ. പക്ഷെ നമ്മളെ മക്കൾക്ക് ക്ഷമയില്ല. ഒന്നാമത് കുറച്ച് നേരം കിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ പാറുക്കുട്ടിക്ക് തീരെ ക്ഷമയില്ല. ഒരു 10-15 മിനിറ്റ് വരെ ഇട്ടിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം കളറൊക്കെ ഉണ്ടായിക്കിന് കേട്ടോ. ഞങ്ങളെ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ സംഭവം അധികം ഇപ്പോഴത്തെ കാലത്ത് വീട്ടുകളിലൊക്കെ കാണാറുണ്ട് മൈലാഞ്ചികൾ. പക്ഷെ മുന്നേ എന്ന് പറയുമ്പോൾ പാടവരമ്പത്താണ് ഒരുവിധം ഞാൻ ഈ മൈലാഞ്ചികൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും പരിപാടികളോ ആഘോഷങ്ങളൊക്കെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി പൊട്ടിച്ച് കൊടുന്ന് അരച്ച് വൈകുന്നേരം ആവും ഇടാൻ വേണ്ടിയിട്ട്. എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി ഇരിക്കും. ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 കൈമ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ 2 കൈമ ഇട്ടതിന് ശേഷം ചിലപ്പോൾ ചോറൊക്കെ അമ്മ ഇട്ട വാരി തരാറ്. അതിനുശേഷം ഇത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തൊരു ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ഇതിന് ഇപ്പുറത്ത് കിടക്കണ പോലെ ആളുടെ മേലാവണ്ടല്ലോ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കവർ കെട്ടിയിട്ട് ഇടയ്ക്ക് ചിലപ്പോൾ കിടന്ന് ഉറങ്ങാറുണ്ട്. ചിലപ്പോൾ നല്ല ഉറക്കം വന്നിട്ടുണ്ടാവും ഇടണ സമയത്ത്. വേറെ ഒന്നല്ല, ഇത് ഈ 5 വിരലിൻ്റെ ഇതേപോലെ ഇങ്ങനെ തൊപ്പട്ട് വെക്കുന്നിട്ട് ഒരു 4 കുത്തു ഒരു വലിയ റൗണ്ട് കെട്ടിട്ടാണ് നമ്മൾ ഇടാറ്. എന്നിട്ട് രാവിലെ ആയി ഒരു എണീറ്റ ഓട്ടമുണ്ട്. ആരുടെ മൈലാഞ്ചിയാണ് ആദ്യം ചോത്തെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അതിന് ശേഷം ആ ഡ്രൈ ആയിട്ടുള്ള മൈലാഞ്ചിയൊക്കെ ഒന്ന് ഉണക്കി കൈമെന്നൊക്കെ കളഞ്ഞതിന് ശേഷം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു നാരങ്ങ നീരും വെച്ചിട്ട് തേച്ചിട്ടും നമ്മൾ നോക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടിക്കാലം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അനുഭവം പറയണ്ട. അപ്പൊ എനിക്ക് ഈ മൈലാഞ്ചി കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ എന്തായാലും നമ്മളെ പിള്ളേർ ഇതൊന്ന് അറിഞ്ഞോട്ടെ വെച്ചിട്ടാണ് ഇപ്പൊ മൈലാഞ്ചി അരച്ചിട്ട് അവരെ കൈമട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതായി വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.